ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഹ്യാ ഉലൂമുദ്ദീനിലെ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 അധ്യായങ്ങളിലായി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ അധ്യായം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനവും പുണ്യകരവുമായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കൊണ്ടും മഹത്തുക്കളായ ആളുകളുടെ അഭിപ്രായങ്ങളിലുമൊക്കെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. വ അൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും ഇൻ തകൂനു ഫുഖറാ യുഅനിഹുമുല്ലാഹു മിൻ ഫദ്ലി. അതായത് ദാരിദ്ര്യം എന്ന ഒരു കാരണം കൊണ്ട് വിവാഹം കഴിപ്പിക്കാതിരിക്കരുത്. കാരണം ദാരിദ്ര്യം മാറ്റി ഐശ്വര്യം നൽകുന്നതൊക്കെ പടച്ചോനാണ്. അതുകൊണ്ട് വിവാഹപ്രായമെത്തിയവരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അമ്പിയാക്കളെ കുറിച്ച് പറയുമ്പോൾ വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. നിനക്ക് മുമ്പ്, താങ്കൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇണകളും മക്കളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ പ്രവാചകന്മാർ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരായ ആളുകളാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദൗത്യമുള്ള, ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ്. അവർക്കൊക്കെയും ഇണകളും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. മറിച്ച് വിവാഹം എന്ന് പറയുന്നത് അതങ്ങനെ ഒഴിവുള്ള പണിയൊന്നുമില്ലാത്ത ആളുകൾക്കുള്ളതല്ല. മറിച്ച് അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും വിവാഹം, കുടുംബം, മക്കൾ എന്നൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ചര്യ എന്ന് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളിൽ വിവാഹപ്രായമെത്തുമ്പോൾ അതിന് കഴിവുള്ള ആളുകൾ വിവാഹം കഴിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വിവാഹം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. എന്നോട് സ്നേഹമുള്ളവർ എൻ്റെ ചര്യ പിന്തുടരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും സൂചിപ്പിക്കുന്നത് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുന്നതിൻ്റെ ഭാഗമാണ്. വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ വീഴ്ച വരും എന്ന ചിന്ത ശരിയല്ല എന്നും, മറിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ അമ്പിയാക്കളുടെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ലല്ലോ. അവരുടെ ജീവിതത്തിലൊക്കെ അതുണ്ട്. മഹാന്മാരൊക്കെയും അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ആയുസ്സിൽ 10 ദിവസം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും വിവാഹം കഴിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവിവാഹിതനായ രൂപത്തിൽ പടച്ചോനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ പറയുന്ന പല ആളുകളുടെയും വർത്തമാനങ്ങൾ കാണാൻ കഴിയും. കാരണം അള്ളാഹനെ കണ്ടുമുട്ടുമ്പോൾ അവിവാഹിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം കഴിച്ച് ജീവിക്കുവാനുള്ള ആ അർത്ഥത്തിലുള്ള ശാരീരികമായ പ്രകൃതവും അത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യന് നൽകിയിട്ടുണ്ട്, കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താതെ പോകരുത്. അള്ളാഹനെ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നതിൻ്റെ പൊരുൾ അതാണ്. അതിനുശേഷം വിവാഹ ജീവിതം കൊണ്ടുണ്ടാകുന്ന സൽഫലങ്ങളെക്കുറിച്ച്, ഗുണങ്ങളെക്കുറിച്ച് 5 പ്രധാനപ്പെട്ട ഗുണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മക്കളെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് വംശവർദ്ധനവിലൂടെ മനുഷ്യ സമൂഹം ഇവിടെ നിലനിൽക്കണം. അതിന് മക്കൾ ഉണ്ടാവണം. അപ്പോൾ ആ മക്കൾ ഉണ്ടാവാനുള്ള ഒരു രീതിയായി, നിയമപ്രകാരമുള്ള ഒരു രീതിയായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് വിവാഹവും കുടുംബജീവിതവുമാണ്. കാരണം മക്കളുടെ സംരക്ഷണവും അതുപോലെ സദാചാരപരമായ ഒരു ജീവിതവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെടുകയാണ്.
അപ്പോൾ മക്കളെന്ന് പറയുന്നത് അത് വിവാഹ ജീവിതത്തിലൂടെ മക്കളുണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യ ജീവിതത്തിന് നിർണയിച്ച ഒരു പ്രകൃതിയുണ്ട്, ഒരു പ്രകൃതമുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. അതിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ആ താളത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കൂടി അതിൽ പങ്കാളിയുകയാണ്. ഖുർആൻ അതുകൊണ്ടാണല്ലോ വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹിൻ്റെ വലിയൊരു ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് എന്ന് പരിചയപ്പെടുത്തി തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാറ്റും കടലും പകലും രാത്രിയുമൊക്കെ മാറി മാറി വരുന്ന, അതൊക്കെ വളരെ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ പ്രപഞ്ചത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് അള്ളാഹു ആയത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട് എന്നാണ്. ആ താളം സുന്ദരമായി മുന്നോട്ട് പോകുന്നുണ്ട്. മനുഷ്യ സമൂഹത്തിനും അതുപോലൊരു താളമുണ്ട്. ആ താളത്തിൻ്റെ ഭാഗമാണ് വിവാഹവും ദാമ്പത്യവും, അതിലൂടെ മക്കളുണ്ടാവുകയും അതിലൂടെ ഇങ്ങനെ മനുഷ്യ സമൂഹം മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹു നിർണയിച്ചിട്ടുള്ള ആ ഒരു ചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, മക്കളെന്ന് പറയുന്നത് അത് കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം പകരുന്നൊരു കാര്യം കൂടിയാണ്. കാരണം റസൂൽ പറയുന്നുണ്ട്, തസവ്വജുൽ വലൂദൽ വദൂദ്, നിങ്ങൾ ധാരാളമായിട്ട് പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കുക. കാരണം ഇന്നി മുക്കാസിറും ബിക്കും യൗമുൽ ഖിയാമ, എൻ്റെ സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട് എന്നത് ഞാൻ മറ്റു അമ്പിയാക്കളുടെ മുമ്പിൽ എൻ്റെ സമുദായത്തിൽ ഇത്ര അധികം ആളുകളുണ്ട് എന്ന് നാളെ പരലോകത്ത് എനിക്ക് പറയാൻ കഴിയണം. അപ്പോൾ ആ അർത്ഥത്തിൽ ധാരാളം മക്കളുണ്ടാകുമ്പോൾ അവരൊക്കെയും ഈ ആദർശത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അഭിമാനകരമായൊരു കാര്യമാണ്. അപ്പോൾ റസൂലിന് അഭിമാനമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ ഞാൻ കൂടി പങ്കാളിയാകുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ഒരു നേട്ടമാണ്. അതിൻ്റെ മക്കളുണ്ടാവുക എന്നതിൻ്റെ ഒരു നേട്ടം കൂടിയാണ്. മക്കളുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്ന മറ്റൊരു കാര്യം, മക്കൾ ജീവിതത്തിൽ നമുക്ക് വലിയൊരു സൗഭാഗ്യമാണ്. ഈ ലോകത്ത് നമുക്ക് ഒരു പല അർത്ഥത്തിലും അവർ താങ്ങും തണലുമായി മാറുക എന്ന് മാത്രമല്ല, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മളുടെ ജീവിതത്തിലേക്ക് നന്മകൾ കൊണ്ടെത്തിക്കാൻ അവരെ കൊണ്ട് കഴിയും. കാരണം വലതുൻ സോലിഹുൻ യദുഉ ലഹു, നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. പ്രാർത്ഥന മാത്രമല്ല, മരിച്ചവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ നന്മ ഉണ്ട്. ആ നന്മകളൊക്കെ ചെയ്യുന്ന മക്കളാണല്ലോ മാതാപിതാക്കളുടെ ഏറ്റവും അടുത്തവരുണ്ടാവുക. അപ്പോൾ ആ മക്കളിങ്ങനെ നന്മകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സുഹൃതങ്ങൾ നമ്മളുടെ ബർസഖിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അതിന് നല്ല മക്കളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. നാലാമത് മക്കളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ നാലാമത് പറയുന്നത് പരലോകത്ത് കൂടി അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ചെറിയ മക്കളുണ്ടായിട്ട് അവർ മരിച്ചാൽ അത് പരലോകത്ത് ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. കാരണം അവരുടെ ശുപാർശ ഉണ്ടാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ മക്കൾ ഈ ഉപ്പമാരുടെ ഉമ്മമാരുടെയൊക്കെ വസ്ത്രത്തിൽ പിടിച്ചിങ്ങനെ വലിക്കുമല്ലോ അവിടെ, ഇതേപോലെ നാളെ പരലോകത്തെത്തുമ്പോൾ ചെറിയ മക്കൾ മരിച്ചു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളവിടെ എത്തുമ്പോൾ, മാതാപിതാക്കൾ അവിടെ എത്തുമ്പോൾ അവരെ പിടിച്ചിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ചില മക്കൾ സ്വർഗത്തിൻ്റെ വാതിൽ നിൽക്കുമത്രേ. അവരോട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവർ കൂട്ടാക്കൂല. എൻ്റെ ഉമ്മയും ഉപ്പിയും വേണം, എൻ്റെ ഉമ്മ ഉപ്പി ഉണ്ടെങ്കിലേ ഞാൻ സ്വർഗത്തിൽ കയറുള്ളൂ എന്ന് പറയത്രേ. അങ്ങനെ ഉമ്മയെയും ഉപ്പയെയും അവരുടെ കൂടെ കൊടുക്കുകയാണ്. ബൈത്തുൽ ഹംദിനെ കുറിച്ച് പറയണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചെറിയ കുട്ടി മരിച്ചാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കോത്തരെ, നിങ്ങൾ ആ കുഞ്ഞിനെ റൂഹ് പിടിച്ചോ? അപ്പോൾ മലക്കുകൾ പറയും, അതെ ഞങ്ങൾ പിടിച്ചു അല്ലാ. നിങ്ങൾ ആ മനുഷ്യൻ്റെ കരളിൻ്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചോ? അതേ അള്ളാഹുവെ, ഞങ്ങൾ ആ കുഞ്ഞിനെ മരിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ അള്ളാഹ് ചോദിക്കോത്തരെ, ആ സമയത്ത് എന്താണ് ആ മാതാപിതാക്കൾ പറഞ്ഞത്? അപ്പോൾ മലക്കുകൾ പറയും, ഹമിദല്ലാ വസ്തർജ, അവർ അള്ളാനെ സ്തുതിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുമത്രേ, അവർക്ക് വേണ്ടി സ്വർഗത്തിലൊരു വീട് പണിയണം, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടണമെന്നാണ്. ഇത് വിവാഹത്തിലൂടെ ലഭിക്കുന്നൊരു സൗഭാഗ്യം കൂടിയാണ്. അഥവാ മക്കളുണ്ടാവുകയും ആ മക്കൾ ചെറുപ്പത്തിൽ മരണപ്പെടുകയും ചെയ്താൽ അത് നാളെ പരലോക ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറും. അത് വിവാഹത്തിൻ്റെ വലിയൊരു നേട്ടം. ഇത് അതിൻ്റെ ഒന്നാമത്തെ നേട്ടത്തിൻ്റെ വിശദീകരണമായിട്ട് പറയുന്ന കാര്യമാണ് മക്കളുണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് സന്തോഷവും സമാധാനവും, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ്.
ലിത്തസ്കുനു ഇലൈഹ എന്ന് പറയുന്നുണ്ടല്ലോ ഖുറാനിലെ. ദാമ്പത്യം കൊണ്ട്, കുടുംബജീവിതം കൊണ്ട് ഉണ്ടാവേണ്ട ഒരു സക്കീനത്ത് ഉണ്ടാവും. കാരണം പരസ്പരം രണ്ടുപേർ ചേർന്ന് നിൽക്കുമ്പോൾ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോൾ, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ ഇഷ്ടപ്പെടാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമുക്ക് കൂടെ നിൽക്കാൻ, നമ്മളെ സഹായിക്കാൻ, നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളുടേത് മാത്രം എന്ന് പറയാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു സൗഭാഗ്യമാണ്. വിവാഹത്തിലൂടെ ഒരാൾക്ക്, ഒരാണിനാകട്ടെ പെണ്ണിനാകട്ടെ, അവർക്ക് ലഭിക്കുന്നത് ഈ ഒരു കൂട്ടാണ്. അതൊരു സമാധാനമാണ്, ഒരു സന്തോഷമാണ്. നമുക്കെല്ലാം പങ്കുവെക്കാൻ കഴിയുന്ന ഒരാൾ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. മറ്റൊരുപാട് തിരക്കുകൾ, മറ്റൊരുപാട് ബുദ്ധിമുട്ടുകൾ, മറ്റൊരുപാട് അസ്വസ്ഥതകൾ, ജീവിതത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു ഇടമായിട്ട് അങ്ങനെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ മറ്റൊരു നേട്ടമാണ്. മൂന്നാമത് സദാചാര വിശുദ്ധിയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകൃതത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറേ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അത്തരം കാര്യങ്ങളുണ്ടാവും. ലൈംഗികത മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവൻ്റെ ഒരു വികാരമാണ്. അപ്പോൾ അത് ശമിപ്പിക്കുവാനും അതിൻ്റേതായ കാര്യങ്ങൾ നിർവഹിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ അതിലുണ്ട്. എന്നാൽ അത് അനുവദനീയമായ രീതിയിൽ അത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഒരവസരം അത് വിവാഹത്തിലൂടെ സാധ്യമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദവും സന്തോഷവും ഉണ്ടാകും. ആ ആനന്ദവും സന്തോഷവും നമ്മളെ അനുഭവിപ്പിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തെക്കുറിച്ച്, പാനീയത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്. ശരിക്കും ഇത് പറയുന്നത് എന്താ, നമ്മൾ ഈ ശരിക്കും സ്വർഗത്തിൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു പാനീയവും ഭക്ഷണവും നമുക്ക് പരിചയമുള്ളൊരു കാര്യമാവില്ല, അത് വേറെന്തോ ഒരു കാര്യമാണല്ലോ. പക്ഷേ നമ്മളോട് ഇതിങ്ങനെ പറയുന്നത് എന്തിനാ, നമുക്ക് ഈ ലോകത്ത് ചെറുതായിട്ടെങ്കിലും നമ്മൾ അനുഭവിച്ച ഒരു കാര്യത്തെ റിലേറ്റ് ചെയ്താലാണ് നമുക്ക് അത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവുക. നമ്മൾക്ക് ഒരിക്കലും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാത്തൊരു കാര്യം എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയാണിത്. ഒരു ശാശ്വതമായ ഒരു ലോകത്ത് ലഭിക്കുന്ന മഹത്തായ ഒരു സന്തോഷത്തിൻ്റെ ഒരു ചെറിയ കാര്യം ഈ ലോകത്ത് നമ്മളെ അനുഭവിപ്പിക്കുന്നതിലൂടെ അതിലേക്കുള്ള വലിയൊരു ആഗ്രഹവും വലിയൊരു മോഹവും നമ്മളുടെ ഉള്ളിൽ അള്ളാഹു നിറച്ചു വെക്കുകയാണ്. അതിനുള്ളൊരവസരം കൂടി വിവാഹത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ നേട്ടമായിട്ട് അദ്ദേഹം പറയുന്നത്, ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുമല്ലോ. ഇപ്പോൾ ഒരു വീട് കൊണ്ട് നടക്കുക, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ അത് നിർവഹിക്കാൻ ഒരാൾ കൂടി ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ പലതും മറ്റൊരാളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ എളുപ്പമുണ്ടാകും. നമുക്ക് പല കാര്യങ്ങളും കൂടുതൽ ചെയ്യാൻ കഴിയും എന്നത് അതിൻ്റെ ഒരു നേട്ടമായിട്ട് പറയണം. അഞ്ചാമത്തെ ഒരു ഫലമായിട്ട് പറയുന്നത്, ഇതൊരു ഉത്തരവാദിത്തമാണല്ലോ. ഇതൊരു ഉത്തരവാദിത്തമാണ്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നമ്മളെല്ലാം ഒരു ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു സൽക്കർമ്മമാണ്. ഒരുപാട് പ്രതിഫലം അതിൽ കിട്ടും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ ഇണയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഭക്ഷണം അത് നിങ്ങൾക്ക് സ്വതക്കയാണെന്നാണ്. പരസ്പരം ഒരുമിച്ചിരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവർക്കിടയിൽ പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാകുമ്പോൾ അതൊക്കെ പ്രതിഫലമായി രേഖപ്പെടുത്താണ്. കാരണം മനുഷ്യന്മാർ തമ്മിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപഴകുന്ന സമയങ്ങളൊക്കെയും സൽക്കർമ്മമാണെന്നാണ്. അപ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കിട്ടാനുള്ള, പുണ്യങ്ങൾ ലഭിക്കാനുള്ള ഒരു വഴി കൂടിയാണ് വിവാഹം എന്ന് പറഞ്ഞത്. കാരണം ഒരുമിച്ചിരിക്കുമ്പോൾ, ഒരുമിച്ച് സംസാരിക്കുമ്പോൾ, അവർ പരസ്പരം സന്തോഷിക്കുമ്പോൾ ആ സമയങ്ങൾ അത്രയും സൽക്കർമ്മമാണ്, ആ സമയങ്ങൾ അത്രയും പുണ്യമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ അതിലൂടെ ലഭിക്കുന്ന മക്കളുടെ കാര്യത്തിൽ ഇടപഴകുമ്പോൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു മഹത്തായ സാമൂഹിക പ്രവർത്തനമൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഇതുപോലെ പ്രതിഫലം കിട്ടുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുണ്ടായിരിക്കെ നമ്മൾ രാത്രി പെട്ടെന്ന് എണീക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മളുടെ മക്കൾ പുതപ്പൊന്നും ഇല്ലാതെ തണുത്ത് കിടക്കുകയാണ്. ആ സമയത്ത് അവരുടെ ദേഹത്തേക്ക് നമ്മളൊരു പുതപ്പ് വിരിച്ചു കൊടുക്കുക, അവർക്ക് തണുപ്പ് മാറ്റാൻ സഹായിക്കുക, അത് വലിയൊരു പുണ്യപ്രവർത്തനമാണ്. അപ്പോൾ ശരിക്കും വിവാഹം, കുടുംബം, മക്കൾ, വീട്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഭൗതികമായ കാര്യം എന്ന നിലക്കല്ല ഇസ്ലാം അതിനെ കാണുന്നത്. അതൊരു ദീനീ പ്രവർത്തനം കൂടിയാണ്. അതിലൂടെ ലഭിക്കുന്ന പുണ്യങ്ങൾക്ക് നാളെ പരലോകത്ത് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന കുറേ കാര്യങ്ങൾ വിവാഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നത് വിവാഹത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയായിട്ട്, മറ്റൊരു ഗുണമായിട്ട് അദ്ദേഹം എടുത്തു പറയുകയാണ്. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്,
ഹറാമായ സമ്പാദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഇണതുണകളിൽ ഒരാൾ ഒരു മോശം സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ നല്ല മാർഗത്തിലൂടെ മാത്രം പോയാൽ പോരാ എന്നൊക്കെയുള്ള തോന്നലുണ്ടാകുമ്പോൾ തെറ്റായ സമ്പാദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. പ്രത്യേകിച്ച് ഭൗതികമായ ആഗ്രഹങ്ങൾ, ഭൗതികമായ അത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ദാമ്പത്യ ദമ്പതികളാണെങ്കിൽ അതിലേക്ക് ചെന്ന് ചേടാനുള്ള സാധ്യത ഉണ്ട്. അത് വിവാഹത്തിൻ്റെ ഒരു ദോഷമാണ്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ അത് പ്രശ്നമാണ്. കാരണം വിവാഹം ഒരു കരാറാണ്. കരാർ എന്ന് പറയുമ്പോൾ അത് പാലിക്കണം. പരസ്പരം ബാധ്യതകൾ, പരസ്പരമുള്ള അവകാശങ്ങൾ, പിന്നെ ഇണതുണകൾ തമ്മിലുള്ള ബാധ്യതാവകാശങ്ങൾ, മക്കളുണ്ടാകുമ്പോൾ അവരോടുള്ള ബാധ്യതകൾ, ഇതൊക്കെ നിർവഹിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ദുനിയാവിനോട് കൂടുതൽ എൻഗേജായി പോകാനുള്ള സാധ്യതകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു കുടുംബം, അതിൻ്റെ ചുമതലകൾ, അതിൻ്റെ ബാധ്യതകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ദുനിയാവിൻ്റെ കാര്യങ്ങളോട് എൻഗേജ്ഡായി പോകുമ്പോൾ അതിൽ അള്ളാഹുവിൽ നിന്ന്, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നിന്ന്, ദീനീ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒക്കെ അത് മാറ്റിക്കളയുന്ന ഒരർത്ഥത്തിലേക്ക് അത് മാറിപ്പോകരുത് എന്നുള്ളതാണ്. ചില ആളുകളുണ്ടാവും അങ്ങനെ അത്തരം കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് പിന്നെ ദീനിൻ്റെ കാര്യങ്ങളിൽ വല്ലാതെ ശ്രദ്ധിക്കാതെ പോകുന്നത്. അത് ഇതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞത് ആ വിവാഹ ജീവിതത്തിൽ നിന്ന്, കുടുംബജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് നല്ലതാണ് എന്ന അർത്ഥത്തിലല്ല. മറിച്ച് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ കൂടി കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ മറികടക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് സാധിക്കുന്നൊരു വിഷയമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിവാഹ ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ധാരാളം നന്മകൾ പറയുണ്ടായി. ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് ഈ ലോകത്ത് ധാരാളം സന്തോഷവും സമാധാനവും നിറക്കുന്ന ഒരു കാര്യമാണത്. ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിൽ അവന് സ്വർഗജീവിതം ലഭിക്കാൻ കാരണമാകുന്ന ഒരുപാട് സുഹൃതങ്ങൾ അതിലൂടെ ലഭിക്കുന്ന ഒരു കർമ്മം കൂടിയാണ്. അതുകൊണ്ട് വിവാഹിതരാവുക, വിവാഹ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുക, അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദീനിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ കഴിയുക എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സാരം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.